മഹാഭാരതം ഇതിഹാസ കഥാകഥനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശതശൃംഗ ആശ്രമത്തിൽ കഴിയുന്ന പാണ്ഡുവിൻ്റെ കഥയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കിന്തമമുനിയുടെ ശാപത്താൽ വനവാസം സ്വീകരിച്ചിരിക്കുകയാണ് പാണ്ഡു. ഗാന്ധാരി ഗർഭം ധരിച്ച് 1 വർഷം കഴിഞ്ഞ സമയത്താണ് കുന്തി പാണ്ഡുവിൻ്റെ അനുവാദത്തോടെ പണ്ട് ദുർവാസാവ് മഹർഷി നൽകിയ വരബലത്താൽ ധർമ്മദേവനായ യമധർമ്മനെ മനസ്സിൽ വിചാരിച്ച് ആഹ്വാനം ചെയ്തത്. പ്രകൃതി പോലും പൂത്തുല്ലസിച്ച് നിൽക്കുകയാണ്. ശതശൃംഗത്തിലെ കാനനത്തിൽ പ്രത്യേകം കെട്ടിയുണ്ടാക്കിയ ആശ്രമത്തിൽ കുന്തിയുടെ മുന്നിൽ കോമളരൂപനായ യമധർമ്മൻ സൂര്യകാന്തി വിമാനത്തിൽ വന്നിറങ്ങി. ലജ്ജയുണ്ടെങ്കിലും ഭക്തിയോടെ കുന്തി ധർമ്മദേവനെ പൂജകൾ ചെയ്ത് സ്വീകരിച്ചിരുത്തി. യമധർമ്മനോട് പുഞ്ചിരിയോട് കുന്തി പറഞ്ഞു, ദേവാ, ഭഗവാനെ, അവിടുത്തെ കണ്ടതിനാൽ ഞാൻ ധന്യയായി. ഞാൻ എന്തു നൽകിയാണ് ഭഗവാനെ സന്തോഷിപ്പിക്കേണ്ടത്? ഒരു പുത്രന് വേണ്ടിയാണ് ഞാൻ ഭഗവാനെ ആഹ്വാനം ചെയ്തത്. മന്ദസ്മിതത്തോടെ യമദേവൻ കുന്തിയുടെ കരം ഗ്രഹിച്ചു ചുമലിൽ പിടിച്ച് ചേർത്തു നിർത്തി. കുന്തി, ഭവതിയുടെ ആഗ്രഹം പോലെ എല്ലാം മംഗളമാകും, യമധർമ്മൻ പറഞ്ഞു. കുന്തി യമധർമ്മനോട് ചേർന്നു നിന്നു. ഒരു പുത്രനുണ്ടാകുവാൻ അവൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന പോലെ കുന്തിക്ക് യമധർമ്മനിൽ നിന്നും ഒരു പുത്രനുണ്ടായി. വർഷത്തിലെ 8-ാം തൃക്കേട്ടയിൽ അഭിജിത്ത് മുഹൂർത്തത്തിൽ പകൽ നട്ടുച്ച നേരത്ത് പഞ്ചമി തിഥിയിൽ കുന്തി ആദ്യ പുത്രനെ പ്രസവിച്ചു. ആ പുത്രനുണ്ടായ സമയത്ത് ഒരു അശരീരി കേട്ടു. ഇവൻ ധർമ്മിഷ്ഠരിൽ ശ്രേഷ്ഠനായിത്തീരും. ഇവൻ സത്യവാദിയും വിക്രമനും ഈ ഭൂമിക്ക് നാഥനുമായിത്തീരും. യുധിഷ്ഠിരൻ എന്ന പേരിലറിയപ്പെടുന്ന ഇവൻ 3 ലോകങ്ങളിലും കീർത്തികേട്ട രാജാവായിത്തീരും. അങ്ങനെ ആദ്യത്തെ പുത്രനെ നേടിയ പാണ്ഡു വീണ്ടും കുന്തിയോട് പുത്രനെ മറ്റു ദേവന്മാരിൽ നിന്നും സ്വീകരിക്കുവാൻ പറഞ്ഞു. കുന്തി, ക്ഷത്രിയർക്ക് ശരീരശക്തി നല്ലതുപോലെ വേണം. അതൊരലങ്കാരമാണ്. നല്ല ബലവാനായ ഒരു പുത്രനെ കൂടി വേണം. ഭർത്താവിൻ്റെ ആഗ്രഹത്തിന് എതിരു നിൽക്കുവാനാകാതെ മറ്റൊരു പുത്രനു വേണ്ടി കുന്തി ആഹ്വാനം ചെയ്തു. അത് വായുദേവനെയാണ് ആഹ്വാനം ചെയ്തത്. വായുദേവൻ സന്തോഷത്തോടെ എത്തിച്ചേർന്നത് മൃഗത്തിൻ്റെ പുറത്ത് കയറിയാണ്. ശതശൃംഗ വനത്തിലെത്തിയ വായുദേവൻ കുന്തിയോട് പറഞ്ഞു, കുന്തി, ഭവതിക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? നിന്റെ ആഗ്രഹം എന്തുതന്നെയായാലും എന്നോട് പറയൂ. ലജ്ജയും മന്ദസ്മിതവും കലർന്ന ഭാവത്തിൽ കുന്തി പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ആജ്ഞ അനുസരിക്കുന്നവളാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അമിത ബലവാനും ബുദ്ധിമാനുമായ ഒരു പുത്രൻ എനിക്കുണ്ടാകണമെന്നാണ്. ആ ആഗ്രഹം സാധിക്കാനാണ് ഞാൻ ഭവാനെ ആഹ്വാനം ചെയ്തത്. കരുത്തനായ വായുദേവന്റെ ആലിംഗനത്തിൽ കുന്തി നിർവൃതി കൊണ്ടു. കുന്തി ഗർഭിണിയായി. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കുന്തി പ്രസവിച്ചു. ആ കുഞ്ഞ് പിറന്നപ്പോഴും ഒരു അശരീരവാക്യം ഉണ്ടായി, സർവശക്തരിലും ശ്രേഷ്ഠനായിത്തീരും ഇവൻ എന്ന്. കുന്തി ആ പുത്രനെ പ്രസവിച്ച അന്നു തന്നെയാണ് ഗാന്ധാരിയുടെ മൂത്ത പുത്രനായ ദുര്യോധനനെ പൂർണ്ണ വളർച്ചയെത്തിയ നെയ്ക്കുടത്തിൽ നിന്നും പുറത്തെടുത്തത്. കുന്തിയുടെ 2ാമത്തെ പുത്രനും ദുര്യോധനും ഒരേ പ്രായക്കാരാണ്. കുന്തിയുടെ 2ാമത്തെ പുത്രന് ഭീമൻ എന്ന് പേരിട്ടു. പേര് പോലെ തന്നെ ഭീമാകാര രൂപമായിരുന്നു അവനുണ്ടായിരുന്നത്. അവൻ ജനിച്ചു കഴിഞ്ഞ് ആ ആശ്രമ പരിസരത്തെ ഒരു പാറക്കല്ലിൽ ഇരുന്ന് കുന്തി കുഞ്ഞിനെ ലാളിക്കുന്ന സമയത്ത് അബദ്ധവശാൽ കുഞ്ഞ് കയ്യിൽ നിന്നും വീണു.
താഴ്ചയുള്ള ഒരു സ്ഥലത്ത് കിടന്ന പാറപ്പുറത്താണ് കുഞ്ഞ് വീണത്. അത്ഭുതമെന്ന് പറയട്ടെ, ആ കുഞ്ഞ് വീണ പാറ പൊട്ടി തരിപ്പണമാവുകയാണ് ഉണ്ടായത്. വെപ്രാളത്തിൽ അലമുറയിട്ട് ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്ത കുന്തി അതിശയവും അത്ഭുതവും കൊണ്ട് കുഞ്ഞിനെ നോക്കി നിന്നു. പാറപ്പുറത്ത് വീണ ആ കുഞ്ഞിന് യാതൊരു കോട്ടവും സംഭവിച്ചില്ല. പാറപ്പുറത്തിരുന്ന് കുഞ്ഞിനെ ലാളിച്ചപ്പോൾ ഒരു പുലിയെ കണ്ട് കുന്തി വെമ്പിച്ചെഴുന്നേറ്റപ്പോഴാണ് കുഞ്ഞ് മടിയിൽ നിന്നൂർന്ന് താഴേക്ക് വീണത്. കുന്തിയുടെ അലർച്ച കേട്ട് ഓടിവന്ന പാണ്ഡുവും ആ രംഗം കണ്ട് അത്ഭുതപ്പെട്ടു. വീണ്ടും വീണ്ടും പുത്രന്മാർ ഉണ്ടാകണമെന്നായിരുന്നു പാണ്ഡുവിൻ്റെ ചിന്ത. ലോകശ്രേഷ്ഠനായ ഒരു പുത്രനുണ്ടാകുവാൻ എന്താണ് മാർഗം? ദൈവം, പൗരുഷം എന്നീ രണ്ടു കാര്യങ്ങളിലാണ് ലോകമൊക്കെ നിലനിൽക്കുന്നത്. കാലം നോക്കി പ്രവർത്തിച്ചാൽ ദൈവം സ്വാധീനത്തിലാവും. ദേവന്മാരിൽ ശ്രേഷ്ഠൻ ഇന്ദ്രനാണല്ലോ. തപസ് കൊണ്ട് പ്രസാദിപ്പിച്ച് ഇന്ദ്രനെ വരുത്താം എന്ന് പാണ്ഡു തീരുമാനിച്ചു. ആശ്രമത്തിലെ മറ്റ് മുനിമാരോടും ഇക്കാര്യം പാണ്ഡു പറഞ്ഞപ്പോൾ അവരും അത് സമ്മതിച്ചു. അപ്പോൾ മുനിമാർ കുന്തിയോട് പറഞ്ഞു, 1 വർഷത്തെ വ്രതം ആചരിക്കണമെന്ന്. പിന്നെ മുനിമാരുടെ അനുഗ്രഹത്തോടെ പാണ്ഡു ദേവേന്ദ്രനെ പ്രസാദിപ്പിക്കാൻ തപസ് തുടങ്ങി. അതികഠിനമായ തപസ്സായിരുന്നു അത്. തപസ്സിൻ്റെ തീവ്രഘട്ടത്തിൽ ഒറ്റക്കാലിൽ നിന്നാണ് തപസ്സു ചെയ്തത്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ പാണ്ഡുവിൻ്റെ മുന്നിൽ ദേവേന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. സന്തോഷത്തോടെ ഇന്ദ്രൻ പറഞ്ഞു, രാജാവായ പാണ്ഡു, അങ്ങയുടെ തപസ്സിൽ ഞാൻ സംപ്രീതനാണ്. 3 ലോകത്തിലും പേരുകെട്ട ഒരു പുത്രൻ അങ്ങയ്ക്കുണ്ടാവും. എല്ലാവർക്കും അവൻ പ്രിയങ്കരനായിത്തീരും. സർവശത്രുക്കളെയും സംഹരിക്കുന്നവനായിരിക്കും അങ്ങയുടെ പുത്രൻ എന്ന് ദേവേന്ദ്രൻ പറഞ്ഞു. ഇന്ദ്രൻ അനുഗ്രഹിച്ച സന്തോഷത്താൽ പാണ്ഡു കുന്തിയെ അടുത്തു വിളിച്ചു പറഞ്ഞു, കുന്തി, നീ ആഗ്രഹിക്കുന്നതിൽ 3ാമത്തെ പുത്രനെ ഇപ്പോൾ ലഭിക്കുന്നതാണ്. അതിനായി നീ ദേവേന്ദ്രനെ ആഹ്വാനം ചെയ്യണം. ആ പുത്രൻ കീർത്തിമാനായിരിക്കുമെന്ന് ശക്രൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനാൽ കുന്തി, മടികൂടാതെ നീ ദേവേന്ദ്രനെ പുത്രകാര്യത്തിനായി ആഹ്വാനം ചെയ്യുക. ഭർത്താവിൻ്റെ ആജ്ഞ അക്ഷരം പ്രതി അനുസരിക്കുന്ന കുന്തി ദേവേന്ദ്രനെ ആശ്രമത്തിലേക്ക് ആഹ്വാനം ചെയ്തു വരുത്തി. അപ്രകാരം ശക്രനിൽ നിന്ന് കുന്തിയിലുണ്ടായ 3ാമത്തെ പുത്രനാണ് അർജുനൻ. 3ാമത്തെ പുത്രൻ പിറന്നപ്പോഴും ആശ്രമവാസികൾ ഉൾപ്പെടെയുള്ളവർ കേൾക്കെ ഒരു അശരീരവാക്യവും ഉണ്ടായി. കുന്തി, നിന്റെ പുത്രൻ കാർത്തവീരൂപമനാണ്, ശിവതുല്യ പരാക്രമിയാണ്, ഇന്ദ്രനെപ്പോലെ അജയ്യനാണ്. ഇവൻ നിന്റെ പേര് പുകഴ്ത്തും. എല്ലാ രാജാക്കന്മാരെയും ഇവൻ പാട്ടിലാക്കും. ഇവൻ കുരുവംശത്തിൻ്റെ പ്രശസ്തി വർദ്ധിപ്പിക്കും. ഇവൻ്റെ കൈക്കുരുത്തിൽ അഗ്നിദേവൻ ഖാണ്ഡവവനം അഗ്നിക്കിരയാക്കും. സഹോദരന്മാരോട് ചേർന്ന് ഇവൻ 3 അശ്വമേധം നടത്തും. വിഷ്ണുവിനെപ്പോലെ പരാക്രമിയാകും. ഹേ കുന്തി, ഇവൻ വംശം വർദ്ധിപ്പിക്കുന്നവനാകും. യുദ്ധത്തിൽ ശങ്കരനെ പ്രീതിപ്പെടുത്തി പാശുപതാസ്ത്രം സ്വന്തമാക്കും. ഇന്ദ്രൻ്റെ കൽപ്പന പ്രകാരം നിവാതക കവചന്മാരെ പരാജയപ്പെടുത്തും. നശിച്ചുപോയ ശ്രീയെല്ലാം ഇവൻ വീണ്ടെടുക്കും. ഈ അശരീരിവാക്കു കേട്ടുകഴിഞ്ഞപ്പോൾ ആശ്രമത്തിലുണ്ടായിരുന്ന മുനിമാർക്കെല്ലാം അത്യധികം ആഹ്ലാദമുണ്ടായി. ആകാശത്തിൽ ദേവന്മാർ ദുന്ധുബി മുഴക്കി. തുടരെ പുഷ്പവൃഷ്ടിയുണ്ടായി. ദേവന്മാർ ഒത്തുചേർന്ന് ആ കുഞ്ഞിനെ പൂജിച്ചു. അപ്സര സ്ത്രീകൾ വന്ന് ആടുകയും പാടുകയും ചെയ്തു. ഋഷിമുഖ്യന്മാർ മന്ത്രങ്ങൾ ജപിച്ചു. അപ്സര സ്ത്രീകൾ സംഘനൃത്തം ചെയ്തു. മറ്റു ചിലർ മധുരമായി പാടി. ദേവന്മാരുടെയും അപ്സരസുകളുടെയും ഈ ആഗമനവും ആഘോഷങ്ങളും കണ്ട് ആശ്രമവാസികളായ മുനിമാർക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദവും ബഹുമാനവും പാണ്ഡുവിനോടും ഭാര്യമാരോടും മക്കളോടും ഉണ്ടായി. എന്നാൽ പുത്രന്മാരെ വേണമെന്നുള്ള ആഗ്രഹം പാണ്ഡുവിൽ തീർന്നില്ല. അപ്പോൾ വിസമ്മതഭാവത്തിൽ കുന്തി പറഞ്ഞു, പ്രാണനാഥ,
ഇനി എന്നെ അതിന് നിർബന്ധിക്കരുത്. 4-ാം സന്താനത്തിന് കൽപ്പിക്കരുതേ. ആപത്തിൽ പോലും അത് പാടില്ല. അങ്ങനെയായാൽ ഞാൻ പിഴച്ചവളാകും. അഞ്ചാമതൊരു കുഞ്ഞിനായി ശ്രമിച്ചാൽ ഞാൻ വേശ്യയ്ക്ക് തുല്യയാകും. ഈ ധർമ്മമൊക്കെ ഭവാന് അറിയുന്നതല്ലേ. എന്നിൽ ഇനിയും സന്താനമുണ്ടാകാൻ അവിടുന്ന് ആഗ്രഹിക്കരുതേ. ഭവാന്റെ കഴിവുകേടിൽ ബോധ്യമുള്ളതുകൊണ്ട് ക്രമം തെറ്റി എന്നോട് ഇപ്രകാരം പറയരുതേ. പാണ്ഡു പിന്നെ കുന്തിയെ നിർബന്ധിച്ചില്ല. ഗാന്ധാരിക്കും കുന്തിക്കും പുത്രന്മാരുണ്ടായപ്പോൾ സ്ത്രീ സഹജമായ ഒരു അസൂയ മാദ്രിയിൽ ഉണ്ടായി. കുന്തി മക്കളോടൊത്ത് ഇരിക്കുന്ന സമയത്ത് മാദ്രി അകലെ മാറി പാണ്ഡുവിനോട് രഹസ്യമായി പറഞ്ഞു, ഭവാന്റെ പക്ഷപാതത്തിൽ എനിക്ക് പരാതിയില്ല. ഞാൻ ജ്യേഷ്ഠത്തിയുടെ കീഴിൽ നിന്നുകൊള്ളാം. അത് സപത്നിയായ എൻ്റെ ധർമ്മമാണ്. ഗാന്ധാരിക്ക് 100 പുത്രന്മാരുണ്ടായെന്നു കേട്ടാലും എനിക്ക് ദുഃഖമില്ല. തുല്യ സ്ഥിതിയിലുള്ളവരിൽ ഒരുവൾക്ക് മാത്രം പുത്രനുണ്ടാകുമ്പോൾ മറ്റവൾക്ക് ദുഃഖമുണ്ടാവുക സ്വാഭാവികമാണ്. ആ ഒരു ചിന്ത എനിക്കുമുണ്ട്. ഭാഗ്യം കൊണ്ട് എൻ്റെ ഭർത്താവിന് കുന്തിപെറ്റ മക്കളുണ്ടായി. അതിനുള്ള അവസരം ഇപ്പോൾ കുന്തിക്ക് കൈവശമാണല്ലോ. അവർ തരികയാണെങ്കിൽ എനിക്കും സന്താനഭാഗ്യം ഉണ്ടാകും. അത് ഭവാനും ഒരു അനുഗ്രഹമാകും. കൂടുതൽ സന്താനങ്ങളുണ്ടാവാൻ ഭവാനും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. സപത്നിയോട് യാചിക്കാൻ എൻ്റെ അഭിമാനം അനുവദിക്കുന്നില്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എനിക്കും ഒരു വരം തരാൻ ഭവാൻ കുന്തിയോട് പറയണം. നെടുവീർപ്പോടെ പാണ്ഡു മാദ്രിയോട് പറഞ്ഞു, മാദ്രി, എൻ്റെ മനസ്സിലും അങ്ങനെയൊരു ചിന്തയുണ്ടായിരുന്നു. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. ആ ആഗ്രഹം ഭയം കൊണ്ട് ഞാൻ പറയാഞ്ഞതാണ്. നിന്റെ മോഹം അങ്ങനെയാണെന്ന് അറിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞാൽ കുന്തി അനുസരിക്കും. ഞാൻ അവളോട് പറയാം. മാദ്രിയുടെ മനസ്സിലിരിപ്പ് മനസ്സിലാക്കിയ പാണ്ഡു കുന്തിയോട് രഹസ്യമായി പറഞ്ഞു, എൻ്റെ കുലത്തിനും സന്തതിയും ലോകത്തിന് പ്രിയമായതും നീ ചെയ്യണം. എനിക്കും എൻ്റെ പൂർവികന്മാർക്കും ശ്രാദ്ധാദി കാര്യങ്ങളിൽ കുറവ് പറ്റാതിരിക്കാൻ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നീ പ്രവർത്തിക്കണം. പ്രശസ്തിക്കു വേണ്ടി എങ്കിലും സാധ്യമായ ഈ കാര്യം നീ ചെയ്യണം. പ്രശസ്തിയുണ്ടായിട്ടും ഇന്ദ്രൻ വീണ്ടും വീണ്ടും യജ്ഞങ്ങൾ ചെയ്യുന്നു. തപസ്സിദ്ധി നേടിയ താപസന്മാർ വീണ്ടും തപസ് ചെയ്യുന്നു. ഗുരുക്കന്മാരും രാജർഷികളും പൂജ്യരായ ബ്രഹ്മർഷികളും ഉച്ചാവചങ്ങളായ കർമ്മങ്ങൾ കീർത്തിക്ക് വേണ്ടി ദുഷ്കരമാണെങ്കിലും ചെയ്യുന്നു. നീ മാദ്രിയെക്കൂടി സന്താന സൗഭാഗ്യമുള്ളവളാക്കണം. അത് നിനക്ക് കീർത്തിയുണ്ടാക്കുന്നതായി മാറും. ഭർത്താവ് പറഞ്ഞത് കേട്ടപ്പോൾ കുന്തി ഒന്നാലോചിച്ചു. സപത്നിക്കും കുട്ടികൾ ഉണ്ടാകുന്നത് നല്ലതാണെന്ന ഒരു ചിന്ത കുന്തിയിൽ ഉണ്ടായി. അതിന് പ്രകാരം കുന്തി മാദ്രിയെ ആശ്രമത്തിനുള്ളിൽ പിടിച്ചുരുത്തി രഹസ്യമായി പറഞ്ഞു, മാദ്രി, എനിക്കു കിട്ടിയ വരബലം നിനക്കറിവുള്ളതല്ലേ. നീ വ്രതമെടുക്കുക. ഞാൻ നിനക്ക് വേണ്ടി മന്ത്രം ജപിക്കാം. നിനക്ക് ഇഷ്ടമുള്ള ഒരു ദേവനെ മനസ്സിൽ ധ്യാനിക്കൂ. ആ ദേവനിൽ നിന്ന് നിനക്ക് ഒരു സന്താനം സിദ്ധിക്കും. മാദ്രിക്ക് ഒരു പുത്രൻ പിറക്കട്ടെ എന്ന ഉദ്ദേശത്തോടെ കുന്തി മന്ത്രം ജപിക്കാൻ തുടങ്ങി. എന്നാൽ മാദ്രിയാകട്ടെ അശ്വിനി ദേവകളായ 2 ദേവന്മാരെയാണ് ആഹ്വാനം ചെയ്തത്. 2 ദേവകളെ ആഹ്വാനം ചെയ്തത് കുന്തി അറിഞ്ഞില്ല. കുന്തി മന്ത്രം ജപിച്ച് കഴിഞ്ഞപ്പോൾ മാദ്രിയുടെ അരികിൽ അശ്വിനി ദേവകൾ പ്രത്യക്ഷപ്പെട്ടു. അവൾ 2 പേരെയും സ്വീകരിച്ചു. അവരിൽ നിന്നും ഗർഭവതിയായ മാദ്രി മാസം തികഞ്ഞപ്പോൾ ഇരട്ടക്കുട്ടികളെയാണ് പ്രസവിച്ചത്. അവർ പിറന്ന സമയത്തും ആ ആശ്രമ പരിസരത്ത് അശരീരിവാക്യം ഉണ്ടായി. കോമളന്മാരായ കുമാരന്മാരെ കണ്ട് മാദ്രിയും പാണ്ഡുവും കുന്തിയും ആശ്രമവാസികളും അത്യധികം സന്തോഷിച്ചു. പാണ്ഡുവിന് പിറന്ന 5 പുത്രന്മാർക്കും
പേരിടിൽ കർമ്മം നിർവഹിച്ചത് ശതശൃംഗാശ്രമത്തിലെ മുനിശ്രേഷ്ഠന്മാരാണ്. അവർ ഇട്ട പേരുകൾ യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നീ ക്രമത്തിലാണ്. ഓരോ വർഷത്തിൻ്റെ പ്രായവ്യത്യാസത്തിലാണ് കുമാരന്മാർ പിറന്നത്. അവർ പഞ്ചപാണ്ഡവന്മാർ എന്ന് വിളിക്കപ്പെട്ടു. അവർ ആശ്രമത്തിലും പരിസരത്തുമായി വളരുന്നതിന് ഇടയിൽ മാദ്രിക്ക് വീണ്ടും മക്കൾ ഉണ്ടാവണമെന്ന മോഹം ഉണ്ടായി. അതിനായി മാദ്രി പാണ്ഡുവിനോട് സമ്മർദ്ദം ചെലുത്തി. മാദ്രിയുടെ ആഗ്രഹമറിഞ്ഞ പാണ്ഡു പിന്നെയും കുന്തിയെ അരികിൽ വിളിച്ചു പറഞ്ഞു, കുന്തി, കുട്ടികൾ കൂടുതലുണ്ടാകുന്നത് എനിക്കും സന്തോഷമുള്ള കാര്യമാണ്. മാദ്രിയുടെ ആഗ്രഹവും അതാണ്. നീ ഒരു പ്രാവശ്യം കൂടി മാദ്രിക്കു വേണ്ടി മന്ത്രം ജപിച്ച് ദേവനെ ആഹ്വാനം ചെയ്യണം. പാണ്ഡുവിൻ്റെ അഭ്യർത്ഥന കേട്ടപ്പോൾ കുന്തിക്ക് കോപമുണ്ടായി. അവൾ പറഞ്ഞു, ഒരിക്കൽ ഞാൻ അനുവദിച്ചപ്പോൾ അവൾ 2 പേരെ വിളിച്ചു വരുത്തി 2 സന്താനങ്ങളെയാണ് സ്വന്തമാക്കിയത്. അവളുടെ പ്രവൃത്തിയിൽ ഞാൻ ഭയപ്പെടുന്നു. കുടില ബുദ്ധിയുള്ള സ്ത്രീകളുടെ പെരുമാറ്റമാണ് അവൾ കാണിച്ചത്. ഒരു ദേവനെ ആഹ്വാനം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അവൾ 2 പേരെ ആഹ്വാനം ചെയ്തു. വിഡ്ഢിയായ ഞാനതറിഞ്ഞില്ല. എന്നോട് ഭവാൻ ഇനി അത് ആവശ്യപ്പെടരുത്. ഇനി അങ്ങനെ ആവശ്യപ്പെടില്ലെന്ന് ഭവാൻ എനിക്ക് വാക്ക് തരണം. പാണ്ഡു കുന്തിയുടെ വാക്കുകൾ കേട്ടു. പിന്നെ അങ്ങനെ ഒരു ശ്രമത്തിന് പാണ്ഡു തയ്യാറായില്ല. സിംഹ വിക്രമികളായി കുമാരന്മാർ ആശ്രമത്തിൽ വളർന്നു. മക്കളില്ലാതിരുന്ന പാണ്ഡുവിന് അതിരറ്റ സന്തോഷമാണ് ഉണ്ടായത്. പല മുനീന്ദ്രന്മാരും ആശ്രമത്തിൽ വന്നുപോയി. കുമാരന്മാരുടെ അഴകും വീര്യവും സാമർഥ്യവും കണ്ട് വന്നവരെല്ലാം സന്തോഷത്താലും അത്ഭുതത്തോടെയും കുമാരന്മാരെ നോക്കി. അവർ പോകുമ്പോൾ കുമാരന്മാരെ അനുഗ്രഹിച്ചിട്ടാണ് പോയിരുന്നത്. ഹസ്തനാപുരിയിൽ ഗാന്ധാരിക്കുണ്ടായ 101 മക്കളും വൈശ്യസ്ത്രീയിലുണ്ടായ യുയുത്സുവെന്ന പുത്രനും പാണ്ഡുവിന് ശതശൃംഗാശ്രമത്തിൽ പിറന്ന 5 പുത്രന്മാരും കാലം പോകുന്ന പോക്കിനനുസരിച്ച് വളർന്നു വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം പാണ്ഡു മാദ്രിയുമൊത്ത് ആശ്രമത്തിന് അരികിലുള്ള കാട്ടിൽ ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. വസന്തത്തിൻ്റെ ആഗമനകാലമായിരുന്നു ആ സമയം. കാട്ടിലെ മരങ്ങളും ലതകളും പൂത്തു തുടങ്ങി. സുഗന്ധപൂരിതമായ ഇളംകാറ്റ് എങ്ങും വീശിക്കൊണ്ടിരുന്നു. കാണുന്ന ഏവരുടെയും ഹൃദയം തരളിതമാക്കുന്ന ദൃശ്യങ്ങളായിരുന്നു എല്ലായിടവും. പൂക്കളിൽ ചുറ്റിപ്പറന്ന് വണ്ടുകൾ തേൻ കുടിച്ചുകൊണ്ടിരിക്കുന്നു. കോകിലങ്ങൾ മധുരമായി പാട്ടുകൾ പാടുന്നു. പാരിജാത പൂക്കളുടെ സുഗന്ധം എങ്ങും വ്യാപിച്ചു. വസന്താഗമത്തിൽ താമരയും ആമ്പലും വിടർന്നു തിളങ്ങുന്ന മനോഹരമായ പൊയ്കയുടെ തീരത്തുകൂടി നടക്കുന്ന രാജാവിൻ്റെ ഹൃദയത്തിൽ അങ്കജൻ ഇളകി. കാമമോഹിതനാകുന്ന ഭാവത്തിലാണ് മാദ്രിയുടെ ആടയാഭരണങ്ങൾ. കാമദേവൻ രാജാവിൻ്റെ മനസ്സിനെ ഇളക്കിമറിച്ചു. അങ്ങനെ ഹർഷോന്മാദനായി പൊയ്കയുടെ തീരത്തുകൂടി നടക്കുന്ന രാജാവൊന്നു തിരിഞ്ഞു നോക്കി. മൃദുവായ ഒറ്റ വസ്ത്രം ധരിച്ച് പിറകെ നടന്നു വരുന്ന മാദ്രിയെ കണ്ടു. അപ്പോൾ രാജാവിൻ്റെ മനസ്സിൽ കാമത്തിൻ്റെ തിരയിളക്കമുണ്ടായി. അദ്ദേഹത്തിലെ കാമവികാരം ആളിക്കത്തി. തന്നിലെ വികാരങ്ങൾ അടക്കുവാൻ പാണ്ഡു ശ്രമിച്ചു. പക്ഷേ പരാജയപ്പെട്ടു. അനകാംഗിയുടെ ആളിക്കത്തുന്ന ആ ഭാവത്തോടെ രാജാവ് മാദ്രിയെ സമീപിച്ചു. അദ്ദേഹം ചുറ്റും നോക്കി. വനവും പൊയ്കയും വിജനമായിരുന്നു. ദേവസുന്ദരിയെപ്പോലെ തൻ്റെ അരികിൽ നിൽക്കുന്ന മാദ്രിയെ രാജാവ് കടന്നു പിടിച്ചു. പെട്ടെന്നവൾ കുടഞ്ഞ് പിടഞ്ഞു. അരുത്, എന്നെ വിടൂ, അങ്ങ് ദുർവിധിയുണ്ടാക്കരുത്. അവൾ തടുത്തു, എതിർത്തു. എങ്കിലും കാമാന്ധനായ പാണ്ഡു ചെവിക്കൊണ്ടില്ല. ബലമായി മാദ്രിയെ പാണ്ഡു കീഴ്പ്പെടുത്തി. കാമമോഹിതനായ പാണ്ഡു മുനിശാപത്തെപ്പറ്റി ചിന്തിച്ചില്ല. അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നതാണോ ആ കാമമോഹിതനായത് എന്ന് തോന്നിപ്പോയി. ശാപഭീതി ലേശം പോലും
ഇല്ലാത്ത തരത്തിലായിരുന്നു പാണ്ഡുവിൻ്റെ പ്രവൃത്തികൾ. മാദ്രിയുമായി പാണ്ഡു ആനന്ദഹർഷത്തോടെ സംഭോഗം ചെയ്തു. അന്ത്യമടുത്തപ്പോൾ പാണ്ഡു മരണപ്പെട്ടു. മാദ്രി ഞെട്ടിപ്പോയി. പ്രാണൻ പോയ രാജാവിനെ കെട്ടിപ്പിടിച്ചവൾ അലമുറയിട്ട് കരഞ്ഞു. അയ്യോ, ചതിച്ചല്ലോ എന്നവൾ വിളിച്ചു കൂവി. മാദ്രിയുടെ നിലവിളി കേട്ട് കുന്തി ഓടിച്ചെന്നു. കൂടെ കുട്ടികളും ഉണ്ടായിരുന്നു. കുന്തി വരുന്നത് കണ്ട് മാദ്രി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ജ്യേഷ്ഠത്തി, കുട്ടികളെ കൊണ്ടുവരല്ലേ, ജ്യേഷ്ഠത്തി മാത്രം വന്നാൽ മതി. അത് കേട്ട് കുട്ടികളെ ആശ്രമത്തിലേക്ക് പറഞ്ഞുവിട്ട് കുന്തി അവരുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. പ്രജ്ഞയേറ്റ് കിടക്കുന്ന രാജാവിനെ കണ്ട് കുന്തി നിലവിളിക്കുകയായിരുന്നു. അയ്യോ, ചതിച്ചല്ലോ, ഞാൻ എന്തായി കാണുന്നത്? ഞാനിനി എന്തിനു ജീവിക്കുന്നു? എല്ലാം തകർന്നു പോയല്ലോ. നിയന്ത്രണം വിട്ട പോലെ കുന്തി വീണ്ടും പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരഞ്ഞു. താൻ കാത്തു രക്ഷിച്ചു പോരുമ്പോൾ നീ എന്തേ ഇദ്ദേഹത്തെ സംരക്ഷിക്കാഞ്ഞത്? മുനിയുടെ ശാപം എന്തേ നീ ഓർക്കാതിരുന്നത്? നീ അവിവേകം ചെയ്തില്ലേ മാദ്രി? ഞാനിതെങ്ങനെ സഹിക്കും? രാജാവിനെ സംരക്ഷിക്കേണ്ടതിന് പകരം വിജനതയിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ കൊന്നുകളഞ്ഞില്ലേ? നീ തെറ്റ് ചെയ്തു. രാജാവിന് ശാപം കിട്ടിയ വിവരം അറിയാവുന്ന നിനക്ക് എങ്ങനെ രാജാവുമായി ചേർന്നപ്പോൾ സന്തോഷമുണ്ടായി? നീ ആ ബാൽഹികൻ്റെ മകളല്ലേ? നീ എന്നേക്കാൾ ഭാഗ്യവതി തന്നെ. രാജാവിൻ്റെ മുഖാമൃതം നുകരാൻ നിനക്ക് ഭാഗ്യമുണ്ടായല്ലോ. കുന്തിയുടെ പരുഷവാക്ക് കേട്ട് മാദ്രിയുടെ ഹൃദയം തകർന്നു. മാദ്രി പറഞ്ഞു, ദേവി, നീ എന്നെ തെറ്റിദ്ധരിച്ച് ആക്ഷേപിക്കരുത്. ഞാൻ കരഞ്ഞു പറഞ്ഞതാണ് പാടില്ലെന്ന്. ഫലമുണ്ടായില്ല. എനിക്ക് രാജാവിനെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. ദൈവഗതിയാണെന്നല്ലാതെ ഞാൻ എന്തു പറയാനാണ്? കുന്തി പിന്നെ മനസ്സിൽ ചില തീരുമാനങ്ങളെടുത്തു. അതുപോലെയാണ് സംസാരിച്ചതും. മാദ്രി, ധർമ്മപത്നിമാരിൽ ഞാൻ ജ്യേഷ്ഠത്തിയാണ്. ജ്യേഷ്ഠധർമ്മം എനിക്കാണ്. വരേണ്ടുന്നത് വരും. നീ എന്നെ തടയരുത്. പ്രേതാലയത്തിലേക്ക് പോകുന്ന ഭർത്താവിൻ്റെ കൂടെ ഞാനും പോവുകയാണ്. നീ എഴുന്നേൽക്കൂ. കുഞ്ഞുങ്ങളെ നീ നന്നായി പോറ്റണം. കുന്തിയുടെ ആശ്വാസവാക്കുകൾ മാദ്രി കേട്ടു. പക്ഷേ കുന്തി പറഞ്ഞതനുസരിക്കാൻ മാദ്രി തയ്യാറായില്ല. അവൾ ഉറച്ച തീരുമാനത്തോടെ കുന്തിയോട് പറഞ്ഞു, എന്നിൽ നിന്നും പിന്മാറാത്ത ഭർത്താവിനൊപ്പം ഞാൻ പൊയ്ക്കൊള്ളാം. ഞാൻ കാമത്തിൽ അതൃപ്തയാണ്. ഏട്ടത്തി, നീ എനിക്ക് സമ്മതം തരണം. ഭാരതോത്തമനായ നമ്മുടെ ഭർത്താവ് ഞാൻ കാരണമാണ് മരിച്ചത്. കാലപുരിയിൽ ചെന്നാലും അദ്ദേഹത്തിന് കാമഭംഗം ഉണ്ടാവരുത്. ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് നിന്റെ മക്കളെ പക്ഷാഭേദം കൂടാതെ നോക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് പാപം ഉണ്ടാകും. കുന്തി, നീ എൻ്റെ മക്കളെ സ്വന്തം മക്കളെപ്പോലെ സംരക്ഷിക്കണം. എന്നെ കാമിച്ചുകൊണ്ടാണ് രാജാവ് മൃതനായത്. ഇദ്ദേഹത്തിൻ്റെ ദേഹത്തിനൊത്ത് എൻ്റെ ദേഹവും ചുടണം. എനിക്ക് ഈ പ്രിയം ചെയ്തു തരണം. കുട്ടികളെ നീ നല്ലവണ്ണം വളർത്തണം. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാനില്ല. പിന്നെ ആശ്രമവാസികൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു. രാജാവിനുള്ള ശേഷക്രിയകൾ ചെയ്തു. ചിതയിൽ അദ്ദേഹത്തെ വെച്ചു. ആളിക്കത്തുന്ന ആ ചിതയിലേക്ക് മാദ്രി ചാടി ജീവൻ വെടിഞ്ഞു. പാണ്ഡു മരിച്ചത് കണ്ട് ആശ്രമത്തിലെ മുനിമാർ ഒത്തുകൂടി. അവർ പരസ്പരം പറഞ്ഞു, രാജ്യവും രാഷ്ട്രവും വിട്ട് പൂജ്യനായ പാണ്ഡുവും നമ്മുടെ ഈ ആശ്രമത്തിൽ വന്ന് തപസ് ചെയ്തു. ചെറു പൈതലായ കുട്ടികളെയും കുന്തിയെയും നമ്മളെ ഏൽപ്പിച്ചിട്ട് സ്വർഗാരോഹണം ചെയ്തു. ഇവരെ ഇവരുടെ സ്വന്തം രാജ്യത്ത് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. തുടർന്നുള്ള ഇവരുടെ ജീവിതത്തിന് അതാണ് അത്യാവശ്യവും. അവർക്ക് വേണ്ടത് കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ. ഇപ്രകാരം തീരുമാനമെടുത്ത മുനീന്ദ്രന്മാർ കുന്തിയെയും 5 മക്കളെയും മുൻപേ നടത്തി അവർ ഹസ്തിനാപുരിയിലേക്ക് യാത്രയായി. കത്തിക്കരിഞ്ഞ് ശേഷിച്ച പാണ്ഡുവിൻ്റെയും മാദ്രിയുടെയും മൃതദേഹം വേറെ ചിലർ ബന്ധവസാക്കി പൊതിഞ്ഞുകെട്ടി അവരോടൊപ്പം യാത്രയായി. രാജപുത്രിയായ കുന്തി യാത്രാക്ലേശം വകവയ്ക്കാതെ ദുഃഖിതയായി നടന്നു. ഏറെ വൈകാതെ അവർ കുരുജാങ്കലത്തിലെത്തി. കൊട്ടാരത്തിൻ്റെ കോട്ടവാതുക്കൽ എത്തിയപ്പോൾ കുന്തി കാവൽക്കാരോട് പറഞ്ഞു, ധൃതരാഷ്ട്രനെയും ഭീഷ്മപിതാമഹനെയും വിദുരനെയും കാണാൻ ശതശൃംഗാശ്രമത്തിൽ നിന്ന് മാമുനിമാർ എത്തിയിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞു.
കാവൽക്കാർ അപ്രകാരം ചെയ്തു. മുനിമാരുടെ ആഗമനമറിഞ്ഞ നാട്ടുകാർക്കും പൗരന്മാർക്കും അത്യധികം അത്ഭുതമുണ്ടായി. അവരെ കാണാൻ ജനങ്ങൾ കൂട്ടമായി വന്നു തുടങ്ങി. സ്ത്രീകളും ക്ഷത്രിയരും വാഹനങ്ങളിൽ എത്തിച്ചേർന്നു. അപ്രകാരം തന്നെ ബ്രാഹ്മണരും ബ്രാഹ്മണ സ്ത്രീകളും വന്നു ചേർന്നു. വൈശ്യ ശൂദ്രരും എല്ലായിടവും തിക്കി നിറഞ്ഞു. ആർക്കും ഒരു ഈർഷ്യയും ഉണ്ടായില്ല. എല്ലാവരും ധർമ്മബുദ്ധികളായി കാണപ്പെട്ടു. ഭീഷ്മൻ, ബാൽഹീകൻ, സോമദത്തൻ, ധൃതരാഷ്ട്രൻ, വിതുരൻ, സത്യവതി, അംബിക, അംബാലിക, ഗാന്ധാരി എന്നിവർ രാജപരിവാരങ്ങളോടെ എത്തി. ധൃതരാഷ്ട്രൻ്റെ 100 പുത്രന്മാരും ആഭരണഭൂഷണങ്ങളോടെ ഇറങ്ങി വന്നു. ആ മുനിശ്രേഷ്ഠന്മാരെ കണ്ട് എല്ലാവരും കുമ്പിട്ട് തൊഴുതു. അർഘ്യപാദ്യാദികളാൽ അവരെ പൂജിച്ചു. നാടും നഗരവും ഭീഷ്മൻ മുനീന്ദ്രന്മാർക്ക് നിവേദിച്ചിരിക്കുന്നുവെന്ന് അഭിമാനപൂർവം ഉണർത്തിച്ചു. മുനിമാരുടെ കൂട്ടത്തിലെ ജടാചീരധാരിയായ മുനി എല്ലാവരും കേൾക്കെ പറഞ്ഞു: കൗരവരുടെ ദാനാദനായ പാണ്ഡുരാജാവ് കാമമോഹങ്ങൾ ഉപേക്ഷിച്ചാണ് ചതശൃംഗത്തിലെത്തിയത്. അവർ ബ്രഹ്മചാര്യത്തിൽ നിൽക്കുമ്പോൾ പാണ്ഡു നിയോഗിച്ചതിനാൽ കുന്തിക്ക് ദേവന്മാരുടെ സംഗമത്തിൽ ധർമ്മദേവനിൽ നിന്ന് ഈ നിൽക്കുന്ന യുധിഷ്ഠിരൻ ഉണ്ടായി. വായുദേവൻ നൽകിയതാണ് ഈ ഭീമസേനനെ. ഇന്ദ്രനിൽ നിന്നാണ് കുന്തിക്കുണ്ടായതാണ് ഈ അർജുനൻ. അശ്വിനി കുമാരന്മാരിൽ നിന്ന് മാതിരിക്കുണ്ടായ കുമാരന്മാരാണ് ഈ നിൽക്കുന്ന നകുലനും സഹദേവനും. ഈ കുമാരന്മാരെല്ലാം വില്ലാളി വീരന്മാരാണ്. എല്ലാവരും കൺതുറന്ന് നോക്കുവിൻ. ബ്രഹ്മചാര്യത്തിൽ കഴിയുമ്പോഴും ധർമ്മത്തോടുകൂടി പിതാമഹന്മാരുടെ കുലം പാണ്ഡു ഈ വിധത്തിൽ ഉയർത്തി. പാണ്ഡുപുത്രന്മാരുടെ ജന്മം, സിദ്ധി, വൈദികപാഠം ഇവ കണ്ട് നിങ്ങളൊക്കെ പ്രീതരാകുവിൻ. നല്ല പ്രവൃത്തിയിലിരുന്ന പാണ്ഡു മരിച്ചിട്ട് ഇന്നേക്ക് 17 ദിവസം കഴിഞ്ഞു. പാണ്ഡുവിൻ്റെ ചിതയിൽ ചാടി മാതിരി അവളുടെ ധർമ്മം നിർവഹിച്ചു. അവരുടെ പ്രേതാവശിഷ്ടങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ അവർക്ക് 2 പേർക്കും വേണ്ടുന്ന ശേഷക്രിയകൾ നടത്തുവിൻ. ഈ നിൽക്കുന്ന കുമാരന്മാർ പാണ്ഡുവിൻ്റെയും കുന്തിയുടെയും മാതിരിയുടെയും പുത്രന്മാരാണ്. വേണ്ട പോലെ അമ്മയോടൊപ്പം ഇവരെ അനുഗ്രഹിക്കുവിൻ. പ്രേതകാര്യം കഴിച്ചിട്ട് ധാർമ്മികനും കൗരവനുമായ പാണ്ഡു പിതൃക്കൾക്ക് കിട്ടുന്ന ഫലം കൈക്കൊള്ളട്ടെ. ഇത്രയും പറഞ്ഞ് എല്ലാവരെയും ഏൽപ്പിച്ചിട്ട് ആ മുനിവൃന്ദം അവിടെ നിന്നും മറഞ്ഞുപോയി. അവർ ക്ഷണത്തിൽ മറഞ്ഞത് കണ്ട് അവിടെ കൂടിയവർക്കെല്ലാം അത്ഭുതമാണ് തോന്നിയത്. എല്ലാം കേട്ടുനിന്ന അന്ധനായ ധൃതരാഷ്ട്രൻ ദുഃഖം ഉള്ളിലൊതുക്കി വിതുരനോട് പറഞ്ഞു: വിതുര, പാണ്ഡുവിൻ്റെ പ്രേതകാര്യങ്ങളൊക്കെ ഒട്ടും കുറവ് വരാതെ നടത്തുക. രാജസിംഹനായിരുന്ന അവൻ്റെ സംസ്കാരം രാജാതിരാജന് ചേർന്ന വിധമായിരിക്കണം. പാണ്ഡുവിനും മാതിരിക്കും ധാരാളം ദാനം ചെയ്യണം. മാതിരിക്ക് പ്രിയപ്പെട്ടത് ചെയ്യേണ്ടത് കുന്തിയോട് ആലോചിച്ചു വേണം. കാറ്റും വെയിലും ആ ഗാത്രിയെ തൊട്ടുപോകരുത്. പാണ്ഡുരാജാവ് പുണ്യവാനാണ്. അവന് ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഈ പുത്രന്മാർ ഉണ്ടായല്ലോ. അപ്രകാരം തന്നെ ചെയ്യാമെന്ന് വിതുരർ ധൃതരാഷ്ട്രനോട് പറഞ്ഞിട്ട് ഭീഷ്മൻ്റെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് പാണ്ഡുവിൻ്റെ ശവസംസ്കാരങ്ങൾ നടത്താനുള്ള ഏർപ്പാട് തുടങ്ങി. നെയ്യിൻ്റെ സൗരഭ്യം വീശുന്ന പാണ്ഡുരാജാവിൻ്റെ ദീപജ്വാലകൾ ഹസ്തിനാപുര പുരോഹിതന്മാർ കൊണ്ടുവന്നു. സുഗന്ധപുഷ്പങ്ങൾ കൊണ്ടലങ്കരിച്ച പല്ലക്ക് വസ്ത്രാലങ്കാരങ്ങൾ ചെയ്ത് കൊണ്ടുവന്നു. അതിൽ പാണ്ഡുവിൻ്റെയും മാതിരിയുടെയും മൃതശരീരാവശിഷ്ടം കയറ്റി വെൺകൊറ്റക്കുടയും വെഞ്ചാമരത്തിൻ്റെയും അകമ്പടിയോടെ ഘോഷയാത്രയായി പുറപ്പെട്ടു. വിലപിടിപ്പുള്ള വസ്തുക്കൾ ജനങ്ങൾക്ക് ദാനം ചെയ്തു. ജനങ്ങൾ കരഞ്ഞുകൊണ്ട് ആ പല്ലക്കിനെ പിന്തുടർന്നു. ഗംഗാതീരത്ത് സജ്ജമാക്കിയ ശ്മശാനത്തിൽ പല്ലക്ക് ഇറക്കി വെച്ചു. ദുർഗന്ധം വരാതിരിക്കാൻ അവശിഷ്ടങ്ങളിൽ കാരകിൽ ചാറും ചന്ദനച്ചാറും തേച്ചു. പൊൻകുടത്തിലെടുത്ത ജലം കൊണ്ട് തളിച്ചു. വെളുത്ത ചന്ദനം ദേഹത്തിലാകെ പൂശി. കാരകിൽ ചാറ് കലർന്ന രസവും തളിച്ചു. അതിനുശേഷം ഏറ്റവും വിലപ്പെട്ട വസ്ത്രം കൊണ്ട് മൂടി തുങ്കം, പതിമുഖം, ചന്ദനം ഇവ അടുക്കിയ ചിതയിൽ അവരുടെ ശവശരീരാവശിഷ്ടങ്ങൾ വെച്ച് തീ കൊളുത്തിയപ്പോൾ
അയ്യോ മകനെ എന്ന് വിളിച്ചുകൊണ്ട് അംബാലിക ബോധമറ്റ് വീണു. പാണ്ഡുവിൻ്റെ അമ്മയാണ് അംബാലിക. കുന്തിയുടെ അലമുറയിട്ടുള്ള കരച്ചിൽ കേട്ട് കണ്ടു നിൽക്കുന്നവർക്കെല്ലാവർക്കും സങ്കടം അടക്കാനായില്ല. അവരെല്ലാവരും വാവിട്ട് കരഞ്ഞു. ഉതിർന്നു വന്ന കണ്ണീർ ഭീഷ്മനും വിതുരനും തുടച്ച് സങ്കടം അടക്കിപ്പിടിച്ചു നിന്നു. പിന്നെ പാണ്ഡുവിന് വേണ്ടുന്ന ഉദകക്രിയ അർഹതയുള്ളവർ എല്ലാവരും ചെയ്തു. ഉദകക്രിയ ചെയ്യുന്ന പാണ്ഡുപുത്രന്മാരെ നാട്ടുകാർ ആശ്വസിപ്പിച്ചു. പുല കഴിയുന്നതുവരെ എല്ലാവരും അവിടെ തന്നെ കഴിഞ്ഞു. അങ്ങനെ നഗരം 12 നാൾ പുല ആചരിച്ചു. പുല തീർന്ന ദിവസം വിപ്രന്മാർ ഉൾപ്പെടെയുള്ള ആളുകളെ ഭക്ഷണം കൊണ്ട് തൃപ്തരാക്കി. രത്നങ്ങളും ഗ്രാമങ്ങളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. പുല തീർന്നപ്പോൾ കുന്തിയെയും കുമാരന്മാരെയും കൊണ്ട് എല്ലാവരും ഹസ്തിനാപുരി രാജധാനിയിലേക്ക് യാത്രയായി.